പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവാനന്തര വിഷാദ രോഗം എന്താണ് ഇതിനുള്ള കാരണം? അതായത് പ്രസവശേഷം സ്ത്രീകളിൽ മാസീവായിട്ടുള്ള ഹോർമോൺ ഷിഫ്റ്റ് ഉണ്ടാകുന്നു. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതോടൊപ്പം തന്നെ പുതിയൊരു അമ്മയും ജനിക്കുകയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പെട്ടെന്ന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, അതിലുള്ള ഡൗട്ട്സ്, അതിലുള്ള ആൻസൈറ്റി, ഞാൻ ചെയ്യുന്നത് കുട്ടിക്ക് ശരിയാവുമോ എന്നുള്ള വ്യാകുലത, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു ഇതിലോട്ട് നയിക്കുന്നത്. അതോടൊപ്പം തന്നെ അത്ര സുഖമല്ലാഞ്ഞ ഒരു ഗർഭകാലം അല്ലെങ്കിൽ വേദന നിറഞ്ഞ പ്രസവം, ഫാമിലി സപ്പോർട്ട് ഇല്ലാതിരിക്കുക, പിന്നെ എപ്പോഴെങ്കിലും മാനസിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്ന ഒരമ്മ, ഇവർക്കൊക്കെയാണ് പ്രസവാനന്തര വിഷാദ രോഗം കൂടുതലായി കാണപ്പെടുന്നത്. ആർക്കൊക്കെ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടാവാം? ആർക്ക് വേണമെങ്കിലും ഉണ്ടാവാം. അതില് ആ കുട്ടിയുടെ വിദ്യാഭ്യാസ യോഗ്യതയോ ആ കുട്ടിയുടെ ജോലിയോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ചുറ്റുപാടോ ഒന്നും ഇതിനൊരു മാനദണ്ഡമായി കണ്ടിട്ടില്ല. എങ്ങനെയാണ് ഈ അവസ്ഥ നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയുക? ഒന്ന് ഫാമിലി ആയിട്ട് അധികം മിങ്കിൾ ചെയ്യാതിരിക്കുക, ഒരു കാര്യമില്ലാതിരുന്ന് കരയുക, ഉറക്കക്കുറവ്, ഭക്ഷണം കഴിക്കാതിരിക്കുക, കുഞ്ഞിന്റെ കാര്യത്തിൽ അധികം ശ്രദ്ധ കാണിക്കാതിരിക്കുക എന്നിവയാണ് ഇതിലുള്ള ലക്ഷണങ്ങൾ. ഇത് തുടക്കത്തിൽ ഇതിനെ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്നാണ് നമ്മൾ പറയുന്നത്. ആകെ 2 ആഴ്ച മാത്രമായിരിക്കും ഇത് നിലനിൽക്കുന്നത്. ആ സമയത്ത് നമ്മൾക്ക് ഇവരെ കെയർ ചെയ്യുക അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ ഇത് അതിന്റെ അടുത്ത അവസ്ഥാന്തരമായ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് മുതലായ അവസ്ഥയിലേക്ക് ഈ രോഗി പോകുന്നതാണ്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഇങ്ങനെ അവസ്ഥയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വൈദ്യസഹായം തേടുക. ഇതേ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.